നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഥാകുഞ്ചം എന്ന് പറയുന്ന ടെക്സ്റ്റിലെ ബാക്കി കുറച്ച് സ്റ്റോറീസാണ്. അപ്പോൾ അതിലാദ്യമായിട്ട് ഭഗവതി ചരൺ വർമ്മ എഴുതിയ പ്രായശ്ചിത്ത്. ഇത് നോർത്ത് ഇന്ത്യൻ സൊസൈറ്റിയിലൊക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ മിഡിൽ ക്ലാസ് സൊസൈറ്റിയിൽ നടക്കുന്ന ഈ അത്യാചാരങ്ങളും വേണ്ടാത്ത ഓരോ ബിലീഫും അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ സ്റ്റോറിയിൽ കുറച്ച് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ റൈറ്ററിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ആൾ വിചാർ, നവജീവൻ, ആകാശവാണി ഇതിലൊക്കെ എഡിറ്ററായിട്ടും പബ്ലിഷറായിട്ടും അല്ലാണ്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഓരോ മാഗസീൻസിലും ഒക്കെ. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ചത് യു.പിയിലെ ഉന്നാവ് ജനപദിൽ ഷഫീപൂർ ഗാവിലാണ്. ചിത്രലേഖ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു നോവലാണ്. 2 തവണ സിനിമയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഭൂലെ ബിസരെ ചിത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രചനയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഭാരത സർക്കാർ പത്മഭൂഷൺ കൊടുത്തു. രാജ്യസഭയിൽ അദ്ദേഹം ഒരു മെമ്പറായിരുന്നു. മരിച്ചത് 5 ഒക്ടോബർ 1981. ഇനി അദ്ദേഹത്തിൻ്റെ രചനകളെ പറ്റി നോക്കുകയാണെങ്കിൽ 17 നോവൽ, 2 കാവ്യസംഗ്രഹ്, 2 നാടകം, 2 സാഹിത്യലോചൻ, പിന്നെ ഒരു കഹാനി സംഗ്രഹ്. അതിൻ്റെ പേരാണ് മോർച്ചാബന്ദി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒരു സമ്മറി പോലെയാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിൽ മെയിൻ ക്യാരക്ടർ 2 പേരാണ്. രാമു കി ബഹു എന്ന് പറയുന്നത് ഒരു 14 വയസ്സൊക്കെ പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. ഇപ്പോൾ ഇവൾ വിവാഹം കഴിഞ്ഞ്, അതുകൊണ്ടാണ് രാമു കി ബഹു. ബഹു എന്ന് പറഞ്ഞാൽ മരുമോൾ എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ കബരി എന്ന് പറയുന്നൊരു പൂച്ചയുണ്ട്. പിന്നെ അവളുടെ അമ്മായി, ഹസ്ബൻഡ്, അങ്ങനെ കുറച്ചൊക്കെ ആൾക്കാർ. അമ്മായി ഉണ്ട്, രാമു കി മാ, അങ്ങനെയൊക്കെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ രാമു കി ബഹുവും കബരി ബില്ലിയുമാണ്. അതുപോലെ തന്നെ ഒരു കള്ള പണ്ഡിതനുണ്ട്, അയാളുടെ പേരാണ് പണ്ഡിറ്റ് പരമസുഖ്. ഇതിലെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇവൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും, നല്ല ഖീർ, പായസവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം ഈ പൂച്ച കബരി ബില്ലി ഇവളുടെ പുറകെ നടക്കും. ഇവളാണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് പോവും. ഈ സാധനം പോയിട്ട്, ഈ പൂച്ച പോയിട്ട് അതിനെല്ലാം തട്ടിയിട്ട് അലമ്പാക്കും. അങ്ങനെയൊക്കെയാണ്. അത് കാരണം ഇവൾക്ക് ഇവളുടെ അമ്മായിയുടെ കയ്യിൽ നിന്നും എല്ലാവരുടെ കയ്യിൽ നിന്നും നല്ല വഴക്ക് കിട്ടും. ശ്രദ്ധയില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് കിട്ടും. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ഇതാണ് റിപ്പീറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്തിങ്ങനെ നടക്കുകയാണ്. ഇവളെന്ത് ചെയ്തു വെച്ചാലും അതിനെ ഈ കബരി ബില്ലി കൊളാക്കും. ഇവൾക്ക് പഴി മൊത്തം കേൾക്കും. അങ്ങനെ ഒരു ദിവസം ഇവൾ നല്ല പിസ്തയും ബദാമും നല്ല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഖീർ, പായസം ഉണ്ടാക്കും. അപ്പോൾ ഇവളിങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് പോകുന്ന നേരത്ത് ഈ പൂച്ച വന്നിട്ട് ഇതവിടെ മൊത്തം തട്ടിയിടും. ഇവൾക്ക് അങ്ങോട്ട് ദേഷ്യമാവും, വഴക്ക് മൊത്തം. ഇവൾ എന്ത് ചെയ്താലും ഈ പൂച്ച കാരണം പ്രശ്നമാണ്. അപ്പോൾ ഇവൾക്ക് ഇതിനെങ്ങനെയും കൊല്ലണം എന്ന് ഭയങ്കര ദേഷ്യം വരും കുറേ ആയി കഴിയുമ്പോഴത്തേക്കിനും. അങ്ങനെ ഇവൾ സഹി കെട്ടിട്ട് ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി വെക്കും, ഈ പായസം അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. പൂച്ച വന്ന് തട്ടും, ഇവളൊരു കമ്പെടുത്തിട്ട് ഒറ്റ അടി കൊടുക്കും. അങ്ങനെ പൂച്ച അവിടെ അങ്ങനെ ചത്തതുപോലെ മീൻസ് അവളുടെ അടി കൊണ്ട് അവിടെ വീഴും. അപ്പോൾ ആൾക്കാരെല്ലാം ഓടി വരും. അമ്മായിയും ഇലക്കരിയും അപ്പുറത്തെ ആൾക്കാരും എല്ലാം കൂടി ഒച്ചയായിട്ട് ഓടി വരും. ഭയങ്കര കുറ്റം ചെയ്തു, കാരണം ഇവൾ പൂച്ചേനെ കൊന്നു. പൂച്ചേനെ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാപമാണ് ആ ഒരു സമയത്ത്. അപ്പോൾ ഇവൾ പാപം ചെയ്തു, ഭയങ്കര കുറ്റക്കാരിയായി ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരുടെ മുന്നിൽ. അവസാനം ഇതിൻ്റെ ഈ പാപം ചെയ്തില്ലേ, പാപമോക്ഷത്തിനായിട്ട് അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് പണ്ഡിതനെ വിളിച്ചുകൊണ്ട് വരും. അതാണ് ഈ പണ്ഡിറ്റ് പരമസുഖ്. ഇയാളെന്ന് പറഞ്ഞാൽ ഭയങ്കര ലോക ഉടായ്പാണ്. അപ്പോൾ ഇയാൾ വന്നിട്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് പറയാണ് ഭയങ്കര വലിയ പാപം ചെയ്ത്, ഒരു രക്ഷയില്ല, ഭയങ്കര വലിയ പാപം ചെയ്തു. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൂച്ചേൻ്റെ, ചത്ത പൂച്ചേൻ്റെ അതേ സൈസിൽ, ഈ കബരി ബില്ലിൻ്റെ അതേ സൈസിൽ സ്വർണം കൊണ്ടൊരു പൂച്ചേനെ ഉണ്ടാക്കണം, അതേ വെയിറ്റിൽ. അതുപോലെ തന്നെ 21 ദിവസം 5 ബ്രാഹ്മണന്മാർക്ക് 2 നേരം കണ്ടോ, അതെ 2 നേരം, ദോന വക്ത് 2 നേരം 5 ബ്രാഹ്മണന്മാർക്ക് വെച്ച് ഭക്ഷണം കൊടുക്കണം. പക്ഷേ ഈ പണ്ഡിതനാണെങ്കിൽ ഈ 5 പേർക്ക് 2 നേരം കൊടുക്കാനുള്ള ഫുഡ് ഫുള്ള് കഴിക്കുന്നുണ്ട്. ഇയാൾ തന്നെ വന്ന് ഫുഡെല്ലാം കഴിച്ചോളാം, 5 പേരെ വിളിച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇയാൾ പറയണത്. പിന്നെ കുറേ പൂജാ സാധനങ്ങൾക്ക് ഒരു നീണ്ട ലിസ്റ്റ് എഴുതി കൊടുക്കും. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഈ അമ്മായി ഈ രാമു കി ബഹുവിനോട് ഭയങ്കര ദേഷ്യത്തിരിക്കുക. അവസാനം എങ്ങനെയും പ്രായശ്ചിത്തം ചെയ്യണമല്ലോ, മരുമോൾ കുറ്റം ചെയ്തു പോയി. അങ്ങനെ ഒരു തരത്തിൽ സ്വർണ്ണമൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇതൊക്കെ ചെയ്യണം എന്ന് വെച്ചിട്ടിരിക്കുമ്പം
മിസ്രൈൻ വന്ന് പറയും, ആ പൂച്ച ഓടിപ്പോയി എന്ന് പറയും. അതാണ് ഈ സ്റ്റോറി. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സിസ്റ്റത്തെയൊക്കെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലൊക്കെ എഴുതിയേക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം അത് ആവുന്നതിന് മുന്നേ ഗസ് ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യത്തില്ലേ, അങ്ങനെ ഒരു മീനിങ്ങിലെടുക്കാം നമുക്ക്. അപ്പം ഇതാണ് ഈ സ്റ്റോറി, ജസ്റ്റ് ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ. ഇനി അടുത്തതായിട്ട് യശ്പാൽ എഴുതിയ സമയം എന്ന് പറയുന്ന സ്റ്റോറി നോക്കാം. ഇതും ജസ്റ്റ് സിമ്പിളായിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പം യശ്പാലിനെ പറ്റി നോക്കുകയാണെങ്കിൽ നൈ കഹാനീൻ്റെയൊക്കെ ഭയങ്കര കിടിലമായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. യശ്പാൽ ജനിച്ചത് ഡിസംബർ 3 1930 ഫിറോസ്പൂർ ചാവനിയിലാണ് ജനിച്ചത്. അമ്മയുടെ പേര് ശ്രീമതി പ്രേംവതി ദേവി, അധ്യാപികയായിരുന്നു. അച്ഛൻ്റെ പേര് ഹീരാലാൽ. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്നത് അനാഥരായിട്ടുള്ള കുട്ടികളുടെ ഒരു സ്കൂളിലെന്തോ അധ്യാപികയായിരുന്നു. അച്ഛനാണെങ്കിൽ ഒരു സാധാരണ വ്യാപാരി. അപ്പോൾ ദാരിദ്ര്യമൊക്കെ കാരണം അച്ഛനിങ്ങനെ കുതിരപ്പുറത്ത് ഓരോ വീട്ടിലൊക്കെ പോയി ഒക്കെയാണ് സാധനം വിറ്റുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇയാൾ ചൂതൊക്കെ കളിക്കും. അങ്ങനെ എല്ലാം പോവുകയും ഈ അമ്മ, ഒരു സഹോദരനും കൂടിയുണ്ട് യശ്പാലിന്. അപ്പോൾ ഈ സഹോദരനെയും യശ്പാലിനെയും കൂടെ കൂട്ടി വേറൊരു ഗ്രാമത്തിൽ പോവും. അവിടെ ജോലി ചെയ്തിട്ടാണ് പിന്നെ ഇവരെ നോക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് യശ്പാൽ ഒരുപാട് ഇല്ലായ്മകളും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അമ്മയുടെ പ്രേരണയാലും പിന്നെ ആ സമയത്തുള്ള ഒരു വാതാവരണം അല്ലെങ്കിൽ ഒരു പരിവേശം ഉണ്ടല്ലോ, ഒരു എൻവിറോൺമെൻറ്റ്, അതൊക്കെ കാരണം അദ്ദേഹം സ്വാതന്ത്ര്യതാ സംഗ്രാം അല്ലെങ്കിൽ സ്വാധീനത ആന്തോളനം, അതായത് ഫ്രീഡം ഫൈറ്റിലൊക്കെ പാർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം 10 കഹാനി സംഗ്രഹങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉഡാൻ, ഭൂലോങ്ക കുർത്ത, ധർമ്മപുത്ര, സച്ച് ബോൾനെ കി ഭൂൽ, ഭസ്മാവത് ചിൻഗാരി, ഉൽനി കി മാ, ചിത്ര കാ ശീർഷക്, തുമ്നെ ക്യോं കഹാ താ मैं सुंदर हूँ, ജ്ഞാൻദാൻ ഏവം വോദേനിയ. ഇതൊക്കെയാണ് അദ്ദേഹം എഴുതിയ 10 കഹാനി സംഗ്രഹം. ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റോറി നോക്കാം. സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം മീനിങ് തന്നെ സമയം. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ പാപ്പ, ഒരു അച്ഛൻ. പിന്നെ അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ഈ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറിയുടെ ജസ്റ്റ് ഒരു ചെറിയൊരു സംഭവം പറഞ്ഞാൽ, ഈ അച്ഛനാണെങ്കിൽ താൻ പ്രായമായി അല്ലെങ്കിൽ തനിക്ക് വയസ്സായെന്നൊന്നും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ റിട്ടയർ ആവും മുന്നേ ഇങ്ങനെ ആലോചിക്കും, എന്തിനാണ് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ ഭയങ്കര ഇങ്ങനെ വിഷമിക്കുന്നത്, സമയം എങ്ങനെ കഴിഞ്ഞു പോവും, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ പാപ്പ വിചാരിക്കുന്നത്, ഈ അച്ഛൻ, ഇതിലെ മെയിൻ ക്യാരക്ടറുള്ള പാപ്പ, അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ള സമയത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. ഒരു ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് ഭയങ്കരമായിട്ട് സമാധാനിക്കും, ഇത്തിരി റെസ്റ്റ് എടുക്കാമെന്ന്. അപ്പോൾ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് റെസ്റ്റല്ലേ, അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിക്കാം എന്നൊക്കെയാണ് ഈ അച്ഛൻ്റെ മൈൻഡിൽ. കാരണം അദ്ദേഹത്തിന് ഈ പ്രായമാവുന്നത് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ പ്രായമായി കഴിഞ്ഞിട്ടാണ് ഈ റിട്ടയർ ആവുന്നത് എന്ന സംഭവം അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ അദ്ദേഹം പറയണത്. പിന്നെ ഈ സർവീസിലിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ വെക്കേഷനും അങ്ങനെയൊക്കെ വരുമ്പം ഇദ്ദേഹം ഹിൽ സ്റ്റേഷൻസൊക്കെ സന്ദർശിക്കാൻ പോകും. എന്നിട്ട് പറ്റിയാൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഹിൽ സ്റ്റേഷനിലൊന്നും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഹില്ലിലോട്ടുള്ള യാത്രകളൊക്കെ അദ്ദേഹം ഒഴിവാക്കി. അങ്ങനെ പിന്നെ കുട്ടിക്കാലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പറയണം, ഷോപ്പിങ്ങിനെ പറ്റിയിട്ടൊക്കെ. അച്ഛൻ കുട്ടിക്കാലത്താണെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകില്ല, കുട്ടികളെ വേലക്കാരൻ്റെ അടുത്താക്കി വേറെ എവിടെയെങ്കിലും പറഞ്ഞു വിടുകയൊക്കെ ചെയ്യണത്. എന്നിട്ട് ഒന്നിൽ ഒറ്റയ്ക്ക് പോവും, അല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ പോവും. ഇനി കുട്ടികളുടെ കൂടത്താണ് പോകണമെങ്കിൽ കുട്ടികൾ പറയുന്ന എല്ലാ സാധനവും മേടിച്ചു കൊടുക്കും. ഒന്നുപോലും വേണ്ടാന്ന് പറയുമോ, ദേഷ്യപ്പെടുമൊന്നുമില്ല, അവരെന്ത് പറഞ്ഞാലും മേടിച്ചു കൊടുക്കും. അങ്ങനെ കാലം കഴിഞ്ഞു. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വൈഫ് വയ്യാണ്ടായി, തീരെ സുഖമില്ലാണ്ടായി. പക്ഷേ ഇപ്പോഴും അദ്ദേഹം സ്റ്റിക്ക് യൂസ് ചെയ്യത്തില്ല. അദ്ദേഹം ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല തനിക്ക് പ്രായമായെന്ന്. ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പം ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, പ്രായമായ ആൾക്കാരെ കാണുമ്പം ഒരു ഇഷ്ടക്കേട്, ഒരു അവജ്ഞയാണ്. കാരണം അവർ ഏജ്ഡായി. അപ്പോൾ അദ്ദേഹത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ പ്രായം എന്നൊരു സംഭവം. അതുകൊണ്ട് തന്നെ ഈ ഷോപ്പിങ്ങിന് പോകുമ്പം കാഴ്ചയൊക്കെ കുറഞ്ഞോ കേൾവിയൊക്കെ കുറഞ്ഞെങ്കിലും ഈ സ്റ്റിക്കൊന്നും യൂസ് ചെയ്യത്തില്ല. പകരം കുട്ടികളെയും കൂടി കൂട്ടിപ്പോവും. ഏതെങ്കിലും ഒരു കുട്ടീനെയും കൂടി കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ അച്ഛൻ ഷോപ്പിങ്ങിന് പോകാറാകുമ്പം വീട് മൊത്തം അറിയും ഷോപ്പിങ്ങിന് പോകാമെന്ന്. അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറയും, ആ മോളെ റെഡിയാവ്,
അല്ലെങ്കിൽ മോനെ റെഡിയാവ്, നീ വാ മോളെ റെഡിയാവുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ എല്ലാ തവണ ഇങ്ങനെ കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ കൂടെ പോയി കഴിയുമ്പം പ്രായം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയും. പിന്നെ ഇദ്ദേഹത്തിന് ഏജ്ഡ് കാറ്റഗറിയിൽ, അപ്പം ഈ യുവാവ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിൻ്റെ കൂടത്ത് പോകുമ്പോൾ ആ ഒരു വൈബല്ലേ, യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ പോയി കഴിയുമ്പം ആ ഒരു ഫീൽ നിൽക്കും. ഭയങ്കര ഓൾഡ് ഏജ്ഡ് ആയിട്ട് തോന്നത്തില്ല. അങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ മൈൻഡിൽ. അപ്പോൾ സ്റ്റിക്കൊന്നും എടുക്കില്ല നടക്കാൻ വയ്യെങ്കിലും, മക്കളെയും കൂടി കൂട്ടിയിട്ടാണ് പോണത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷോപ്പിങ്ങിന് വന്ന നേരത്ത് മക്കളടുത്ത് പറയും ഷോപ്പിങ്ങിന് പോവാം, റെഡിയാവുമെന്ന് പറയും. എന്നിട്ട് ഈ കൊണ്ടുപോകുന്നവർക്ക് ഐസ്ക്രീം ഇഷ്ടമുള്ള മേടിച്ചൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകാൻ റെഡിയാവുമെന്ന് പറയുമ്പം മക്കൾക്ക് രണ്ടുപേർക്കും മടി. ഒരാൾ പറയും നീ റെഡിയാകും, മറ്റേ ആൾ പറയും എനിക്കങ്ങ് വൈകി പ്രായമായ ആൾക്കാരുടെ കൂടെ പോകാൻ, എനിക്കിങ്ങനെ പോകാൻ നാണക്കേടാണ്, അച്ഛന് പ്രായമായില്ലേ, എനിക്ക് ഈ പ്രായമായ അച്ഛൻ്റെ കൂടെ പോകാൻ എന്താ പോലെ നാണക്കേടാന്ന് പറയും. ഇത് ഈ അച്ഛൻ കേൾക്കും ഈ മക്കളിങ്ങനെ സംസാരിക്കണത്, ആൾക്ക് ഭയങ്കര വിഷമാവും. അങ്ങനെ ആൾ സ്റ്റിക്ക് കൊടുത്തിട്ട് സ്വന്തമായിട്ട് കാറിൽ കയറി ഇറങ്ങും. അപ്പോൾ ആൾ അവസാനം അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്, എനിക്ക് പ്രായമായി എന്നാൾ അക്സെപ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് അവസാനം മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞു, സമയത്തിൻ്റെ കൂടെ എല്ലാം മാറി എന്നൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ സ്റ്റോറി. അതാണ് ഈ സമയ് എന്ന പേര് ഇട്ടേക്കണത് ഇതിന്. അതായത് കുഞ്ഞിലെ കുട്ടികൾ അച്ഛൻ്റെ കൂടെ പോകാൻ തല്ലുണ്ടാക്കും, പക്ഷേ ഇപ്പോഴും അവർക്ക് താല്പര്യമില്ല. പിന്നെ അതുപോലെ അദ്ദേഹത്തിന് പ്രായമായി, അതുപോലെ മക്കൾക്ക് അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെ ഇതും മാറി. അപ്പോൾ സമയം കഴിയുന്തോറും എല്ലാം മാറും, അത് അച്ഛനും അക്സെപ്റ്റ് ചെയ്യുവാണ്. അതാണ് ഈ സമയം. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അകേലി, മന്നു ഭണ്ഡാരി എഴുതിയ അകേലി എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. മന്നു ഭണ്ഡാരീനെ പറ്റി പറയുകയാണെങ്കിൽ 1931 ഭാഗ്പൂരയിൽ രാജസ്ഥാനിലാണ് ജനിച്ചത്. അപ്പം നൈ കഹാനിയുടെയൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്, ഒരു ലേഡിയാണ്. ഇവരുടെ ഹസ്ബൻഡ് രാജേന്ദ്ര യാദവ് ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്, അതുപോലെ ഹംസ് മാഗസീൻ്റെ സമ്പാദകമാണ്. അപ്പോൾ ഇവരെഴുതുന്ന സ്റ്റോറീസൊക്കെ ഒരു സൈക്കോളജിക്കലായിരിക്കും, അതുപോലെ തന്നെ ഒരു യാഥാർത്ഥ്യം തുളുമ്പുന്ന നാരീജീവൻ, അതായത് സ്ത്രീകളുടെ ലൈഫിനെ പറ്റിയും അങ്ങനത്തെയൊക്കെ സ്റ്റോറീസ് ആയിരിക്കും. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്ത്രീകളുടെ അവസ്ഥയും പ്രശ്നമൊക്കെ അതിൻ്റെയൊക്കെ ഒരു റിയൽ ഇമേജ് അവരുടെ റൈറ്റിങ്സിലൂടെ കിട്ടും. ആദ്യത്തെ സ്റ്റോറി യഹി സച്ച് എന്നാണ്. അതുപോലെ ആപ്കാ ബണ്ടി, മഹാഭേജ് അതൊക്കെ അവരുടെ നോവൽസാണ്. അകേലി, റാണി മങ്ക ചബൂച്ചറ, മെ ഹാർ ഗയി ഇതൊക്കെ മറ്റ് ശ്രേഷ്ഠമായിട്ടുള്ള കഹാനികൾ, സ്റ്റോറീസാണ്. ഇനി അകേലിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതിലെ മെയിൻ ക്യാരക്ടർ സോമാബുവ എന്ന് പറയുന്ന ഒരു ലോൺലി ആയിട്ടുള്ള ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, ഒരു മകൻ ഉണ്ടായിരുന്നു. പക്ഷേ മകൻ മരിച്ചു പോന്നു. എന്നിട്ടും ഹസ്ബൻഡ് ഉണ്ടായിട്ടും കൂടി അവരൊറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റപ്പെട്ടിട്ട് പോലും, അതായത് ലൈഫിൽ ഒറ്റയ്ക്കായിട്ട് പോലും അവരവരുടെ ജീവിതത്തെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ ചുറ്റുമുള്ളവരെ സഹായിക്കുന്നതിലും ഓരോന്ന് ചെയ്യുന്നതിലും ഒക്കെ ഭയങ്കര സന്തോഷം കണ്ടുപിടിക്കുകയും, സന്തോഷിക്കാനൊന്നും ഇല്ലാത്തിടത്തുനിന്ന് അവരൊരു വേ ഉണ്ടാക്കുകയാണ് അവർക്ക് സന്തോഷിക്കാൻ, എൻജോയ് ചെയ്യാനൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് അകേലി എന്ന് പറയുന്ന സ്റ്റോറി. ഇതിൽ മെയിൻ ക്യാരക്ടർ സോമാബുവ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര യങ് ഏജിൽ ഒരു ജവാൻ ബേട്ടയാണ്, അതായത് യങ്സ്റ്ററാണ് അവരുടെ മകൻ. അപ്പോൾ ആ ഒരു നല്ലൊരു പ്രായത്തിൽ തന്നെ മകൻ മരിച്ചു. അപ്പോൾ ഈ മകൻ മരിച്ചുപോയ വിഷമത്തിലാണെങ്കിൽ സോമാബുവിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ട്രോമയായിട്ട്, സദ്മ എന്ന് പറഞ്ഞാൽ ട്രോമ, ആ ഒരു ട്രാജഡിയിൽ അല്ലെങ്കിൽ ആ ഒരു ഷോക്കിൽ ട്രോമയിൽ വീട് വിട്ടാണെങ്കിൽ തീർത്ഥാടനത്തിന് പോകും. തീർത്ഥാടനത്തിന് പോയിട്ട് ഇങ്ങനെ വർഷത്തിൽ 11 മാസവും ഓരോ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് 1 മാസം വീട്ടിൽ വരും. ഈ വീട്ടിൽ വരുമ്പോൾ ഇയാളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ കൺട്രോളിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതായത് ഈ സോമാബുവിൻ്റെ ക്യാരക്ടർ ഭയങ്കര ചിൽ ടൈപ്പാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുക, എല്ലാവരെയും പോയി മീറ്റ് ചെയ്യുക, എല്ലായിടത്തും പോയി ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തെടുക്കുക, ആ ഒരു ടൈപ്പാണ് സോമാബുവ. പക്ഷേ ഇവരുടെ ഹസ്ബൻഡാണെങ്കിൽ ഭയങ്കര ഓവർ കൺട്രോളിങ് ആണ്. അവിടെ പോയത് ഇവിടെ പോയത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മൊത്തം റെസ്ട്രിക്ഷൻസാണ്. അപ്പോൾ ഇവർ ഈ 11 മാസം, ഹസ്ബൻഡ് ഇല്ലാത്ത 11 മാസം സമാധാനമായിട്ടിരിക്കും. അപ്പോഴോ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ ഒറ്റപ്പെടലിൽ നിന്ന് മോനില്ല, ഹസ്ബൻഡാണെങ്കിൽ പോയി ഹാപ്പിയായിട്ടിരിക്കാൻ നോക്കും. ഈ 11 മാസം കഴിഞ്ഞ് 1 മാസം വീട്ടിൽ വന്ന് നിൽക്കും വർഷത്തിൽ. ആ 1 മാസമാണെങ്കിലോ
ഒരു നല്ല വാക്ക് പോലും പറയത്തുമില്ല, ഒന്നും സ്നേഹിക്കലില്ല, മൊത്തം കുറ്റപ്പെടുത്തൽ, റെസ്ട്രിക്ഷൻസ്. അതുകൊണ്ട് തന്നെ സോമാബുവയ്ക്ക് ഹസ്ബൻഡ് വരുന്ന ഇഷ്ടമല്ല അത്ര. എന്ന് പറഞ്ഞാൽ ഈ ഒരു വൃത്തിയിട്ട ഒരു ഭയങ്കര മുരടൻ ക്യാരക്ടറാണ്. അപ്പോൾ സോമാബുവയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ല ആളുടെ ക്യാരക്ടറൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ ഓരോ ഫങ്ഷൻസൊക്കെ ഉണ്ടാവുമല്ലോ, മുട്ടയടിക്കുന്ന നോർത്ത് ഇന്ത്യൻസ് അല്ലേ, അപ്പോൾ ഈ തല മുണ്ടനം ചെയ്യുക, അതുപോലെ ഹൽദി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ എവിടെ എന്ത് പരിപാടി ഇരുന്നാലും സോമാബുവ വിളിക്കാണ്ട് തന്നെ അവിടെ ഉണ്ടാവും. ആ വീട്ടിലെ ആൾക്കാരെക്കാളും ഉത്സാഹിച്ച് എല്ലാ കാര്യത്തിലും ഓടി നടന്ന് ചെയ്ത് പണിയെടുത്ത് എല്ലാം പെർഫെക്റ്റാക്കി ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരാളാണ് സോമാബുവ. അപ്പോൾ ഈ സോമാബുവിൻ്റെ വീട്ടിനടുത്ത് ഒരു ലേഡിയും കൂടി ഉണ്ട്. അപ്പോൾ ആ ലേഡീൻ്റെ പേരാണ് രാധ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണെങ്കിൽ ഇവരുടെ ലോങ് ഡിസ്റ്റൻസിലായിട്ടുള്ള അതായത് ഒരു റിലേഷൻ, ഇവരുടെ ബന്ധുവാണ്, പക്ഷേ അത്ര ക്ലോസ് ഒന്നുമല്ല, കുറച്ച് ഡിസ്റ്റൻസിലുള്ള, അതായത് അത്ര പരിചയം, മീൻസ് അത്രയ്ക്ക് അടുപ്പത്തിലല്ലാത്ത ഒരു ബന്ധു. അപ്പോൾ ആ ബന്ധുവിൻ്റെ അവിടെ ഒരു മാരേജ് ഫങ്ഷൻ. അപ്പോൾ ഈ സോമബു വിചാരിക്കും തന്നെയും വിളിക്കും പോകണം എന്നൊക്കെ വിചാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് അവർ വീട്ടിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഇരിക്കും. അതായത് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്യും. എന്നിട്ട് ഇവരാണെങ്കിൽ റൂമിൽ മേളിൽ പോയിട്ട് പെട്ടിക്കകത്ത് തപ്പും. അപ്പം അതിലാകെയുള്ളത് വളരെ കുറച്ചൊരു പൈസയും പിന്നെ മകൻ്റെ ഒരു മോതിരം. ഈ മോൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ ആകെ ആ ഒരു മോതിരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ദാരിദ്ര്യം പിടിച്ച സിറ്റുവേഷൻസൊക്കെ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഇവരാണെങ്കിൽ അതിലൊന്നും ഈ മോതിരം എടുക്കത്തില്ല. എത്ര കഷ്ടപ്പെട്ട അവസ്ഥ വന്നാലും മോതിരം എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പം ഈ ഒരു ബന്ധം പിന്നെയും ഒന്ന് പുനഃസ്ഥാപിക്കണം. അതായത് അവർ വരുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമല്ലോ, ബന്ധുവാണ്, അപ്പോൾ പോകുമ്പം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അതുവരെ എടുക്കാണ്ട് വയ്ക്കുന്ന ആ മോൻ്റെ അവസാനത്തെ ഒരു ഓർമ്മയാണ് ആ ഒരു മോതിരം. അതെടുത്തിട്ട് രാധേൻ്റെ കൊണ്ടുപോയി കൊടുക്കും. പണയം വെച്ചിട്ട് സാധനം അല്ലെങ്കിൽ വിറ്റിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പം അവളാണെങ്കിൽ ഒരു ബ്ലൗസ്, സാരി, പിന്നെ ഒരു ചെയിന്, വള, അങ്ങനെ കുറച്ച് സിന്ദൂരം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇതെല്ലാം കൂടി അറേഞ്ച് ചെയ്ത് വെച്ച് എല്ലാ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് ഈ സോമാബുവ കാത്തിരിക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡാണ് ഇങ്ങനെ കളിയാക്കും, നിന്നെ ആര് വിളിക്കാനാ, ഇവൾക്ക് എന്താ ഭ്രാന്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ മനസ്സിലറിയാൻ ആരും വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആളിങ്ങനെ മനസ്സിൽ പറയും. പക്ഷേ ഇവരാണെങ്കിൽ ഇങ്ങനെ ഓടി നടന്ന് ഇപ്പം വിളിക്കും, പോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഹസ്ബൻഡ് ഇത്തവണ ഒന്നും പറയത്തില്ല, അല്ലെങ്കിൽ എല്ലാ തവണയും കുറ്റം പറയും. ഇത്തവണ ഇങ്ങനെ മനസ്സിൽ ഇവൾക്ക് എന്താ ഭ്രാന്താണോ, എന്ത് വിചാരിച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയും, പക്ഷേ തുറന്നു പറയത്തില്ല. സോമബു ആണെങ്കിൽ ഇങ്ങനെ വീടിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ടൈം നോക്കിയിരിക്കും. അപ്പോൾ ഇവരുടെ വീട്ടിൻ്റെ ഇങ്ങോട്ടേക്ക് ആര് വന്നാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ആരായതെന്നൊക്കെ ഇങ്ങനെ നോക്കി, ഇവരുടെ വിചാരം എന്താ, ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാരെങ്കിലും ഇവരെ വിളിക്കാൻ വരാണ് എന്നാണ് അവരുടെ വിചാരം. അപ്പം അങ്ങനെ പ്രതീക്ഷയോടെ ഇങ്ങനെ ഇരിക്കും. മുഹൂർത്തം എന്ന് പറയുന്നത് 5 മണിക്കാണ്. പക്ഷേ സോമബു ആണെങ്കിൽ രാവിലെ എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയിരിക്കും. അപ്പോൾ 3 മണിയാകുമ്പോഴത്തേക്കും രാധേൻ്റെ അടുത്തേക്ക് അയ്യോ എത്ര മണിയായി, അപ്പോൾ അവൾ പറയും 3 മണി. എന്നിട്ടാണ് ഇവർക്ക് ടെൻഷൻ, ആരെയും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ. അപ്പോൾ രാധ പറയും സോമബു വിഷമിക്കാതെ 5 മണിക്കല്ലേ സമയമുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ നോക്കിയിരുന്ന് സോമബു ആണെങ്കിൽ അടുത്ത തവണ സമയം ചോദിക്കുക എണീക്കണത് 7 മണിക്കാണ്. 5 മണിക്കാണ് മുഹൂർത്തം. അപ്പോൾ ഇവരെ വിളിക്കാൻ ആരും വന്നിട്ടില്ല. 7 മണിയാകുമ്പോഴത്തേക്കിനും ആണ് ഇവർ എണീക്കുന്നത്. ഇവരെ വിളിച്ചിട്ടാണെങ്കിൽ പിന്നെ രാധ എടുത്തുകയോ രാധയെ സമയം എത്രയായി, അപ്പോൾ രാധ പറയും അല്ല, രാധയാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും സോമബു ഫുഡ് ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കും. രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കില്ലേ, അപ്പോഴാണ് സമയം ചോദിക്കുന്നത് എത്ര മണിയായിന്ന്. അപ്പോൾ രാധ പറയും 7 മണിയെന്ന് പറയും. അപ്പം 7 മണിയോ, അതെങ്ങനെ ശരിയാവും, മുഹൂർത്തം പക്ഷേ 5 മണിക്കല്ലേ എന്നിങ്ങനെ അവർക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ വിഷമമാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഇവർ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് രാവിലെ തൊട്ട് പോവാമെന്ന്. എന്നാൽ 7 മണിയായി, 5 മണിക്ക് ആരും വിളിക്കാൻ വന്നില്ല. ആ ഒരു വിഷമത്തിലാണ് അതെങ്ങനെ 7 മണിയാവാം, 5 മണിക്കല്ലേ മുഹൂർത്തം എന്ന് പറയണത്. എന്നിട്ട് പിന്നെ ഫുഡ് ഇവിടെ 2 പേരല്ലേ ഉള്ളൂ, എന്തുണ്ടാക്കാൻ, അതിപ്പോൾ ആവുമെന്ന് പറഞ്ഞിട്ട് മെല്ലെ വിഷമമുണ്ട് ഉള്ളിൽ, ഒന്നും സംഭവിക്കാത്ത പോലെ. എന്നാലും താഴോട്ടിറങ്ങും, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. കളറൊക്കെ മുക്കി ഉണ്ടായ ഒരു ഡ്രസ്സിനെ എടുത്ത് കളറൊക്കെ മേടിച്ച് രാധ മുക്കുന്ന പോലെ ചോദിച്ചിട്ടൊക്കെ മുക്കി സെറ്റ് ചെയ്ത് ഇട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അതെല്ലാം അഴിച്ച് വെച്ച് പഴയ ഡ്രസ്സൊക്കെ ഇട്ട് അവർ കിച്ചണിലോട്ട് തിരിച്ചു പോകും. അടുക്കളയിൽ പോയി അടുപ്പ് കൂട്ടാൻ തുടങ്ങും.
അതാണ് അഗേലി എന്ന് പറയുന്ന സ്റ്റോറി. ഇതിലാണെങ്കിൽ ഇവരിങ്ങനെ ഇവരുടെ ഒറ്റപ്പെടലും എല്ലാം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി തീർക്കാൻ നോക്കും. പക്ഷേ ഇവരുടെ അതേ മെൻറ്റാലിറ്റി ആയിരിക്കുമല്ലോ അവർക്ക്. ചുറ്റുമുള്ളവർ ഇവരെ കൂടുതൽ വിഷമിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരും അവരുടെ ഒരു മെൻറ്റാലിറ്റിയും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഈ സോമാബുവിനെ കണക്ക് നമ്മൾ ചില്ലായിട്ട് എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും എന്തൊക്കെ കുറ്റപ്പെടൽ വന്നാലും നമ്മൾ നമ്മുടെ രീതിയിൽ എൻജോയ് ചെയ്യുക, അങ്ങനെയൊക്കെ ഓരോ മീനിങ് കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റോറിയാണ് കൃഷ്ണ സോബതി എഴുതിയിട്ടുള്ള സിക്ക ബദൽ ഗയ. ഇതിലെന്ന് പറയുമ്പോൾ ഈ സിക്ക ബദൽ ഗയാൻ്റെ മീനിങ് കോയിനില്ലേ, സിക്ക എന്ന് പറഞ്ഞാൽ കോയിൻ, നാണയം ഇങ്ങനെ ചരിഞ്ഞ് രണ്ട് സൈഡില്ലേ, അപ്പോൾ നാണയം മാറി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതിലൂടെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സിക്ക ബദൽ ഗയ എന്ന് പറഞ്ഞാൽ അധികാരം മാറി എന്നൊരു മീനിങ്ങാണ്. അതായത് ഈ സ്റ്റോറി ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ പാക് പാർട്ടീഷൻ ഉണ്ടല്ലോ, ആ ഒരു സമയത്തുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥയും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി എഴുതിയേക്കുന്നത്. കൃഷ്ണ സോബതിനെ പറ്റി നോക്കുകയാണെങ്കിൽ 1925 ഫെബ്രുവരി 18 ആൾ ജനിച്ചത്. ഗുജറാത്തിലാണ് കൃഷ്ണ സോബതി ജനിച്ചത്. അപ്പോൾ നോവലും സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ വിഭാജൻ അതിനെ പറ്റിയിട്ട് ഒരുപാട് റൈറ്റിങ്സിലൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. 1980 ജിന്ദഗി നാമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനയ്ക്ക് സാഹിത്യ അക്കാദമി കിട്ടിയിട്ടുണ്ട്. 2017 അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടി. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് ബാദലോം കി ഖേരെ എന്ന് പറയുന്ന പേരിൽ ഒരു കഹാനി സംഗ്രഹമുണ്ട്. അതിലാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് എല്ലാം വച്ചിരിക്കുന്നത്. സ്റ്റോറീസ് കൂടാണ്ട് ഇദ്ദേഹം ആഖ്യായിക, അതായത് ഫിക്ഷൻ എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഫിക്ഷണലായിട്ട് മിക്സ് ചെയ്തിട്ട് ലോങ് സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുണ്ട് സ്റ്റോറീസ് കൂടാണ്ട്. ഈ നേരത്തെ പറഞ്ഞ കഹാനി സംഗ്രഹം ബാദലോം കി ഖേരെ പബ്ലിഷ് ചെയ്തത് 1980 അദ്ദേഹത്തിൻ്റെ ലോങ് സ്റ്റോറീസ് നേരത്തെ പറഞ്ഞ പോലെ ആഖ്യായിക, ഉപന്യാസിക എന്നൊക്കെ പറയും അതിന്. അതിൽ 6 സ്റ്റോറീസാണ് ഉള്ളത്. ഡാർ സെ ബിച്ചുടി, മിത്രോ മർജാനി, യാരോं के यार, തീൻ പടാവ്, എ ലഡ്കി, ഇതൊക്കെയാണ്. കൂടാണ്ട് ജൈനി മെഹർവാൻ സിംഗ്, ഇത്രയും കഥകളാണ് ആഖ്യായികയുടെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തേക്കുന്നത്, ഈ 6 സ്റ്റോറീസ്. ഇനി സിക്ക ബദൽ ഗയ. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ഒരു ലേഡിയാണ്, അവരുടെ പേര് ഷാഹ്നി. അതുപോലെ മറ്റു കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഹസൈനയും അതുപോലെ ഷേരയും. ഈ ഷേര എന്ന് പറയണത് ഈ മെയിൻ ക്യാരക്ടറുള്ള ഷാഹ്നി, ആ ലേഡീൻ്റെ വേലക്കാരനാണ്. അപ്പോൾ ഷാഹ്നീനെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഈ പാകിസ്ഥാനിലോട്ട്. അവിടെ ചിനാബ് ഒരു നദീൻ്റെ തീരത്താണ് ഇവരുടെ വീട്. അപ്പം ഭയങ്കര സ്വത്തുക്കളൊക്കെ ഉണ്ട്, ഒരു വലിയൊരു വീടാണ്. അപ്പോൾ ഭയങ്കര സ്നേഹം ഇവർക്ക്, അവിടുത്തെ എല്ലാവരോടും ഭയങ്കര സ്നേഹം. ഈ ഷേര എന്ന് പറയുന്ന വേലക്കാരനെ വളർത്തിയതൊക്കെ ഈ ഷാഹിനിയാണ്. കുഞ്ഞിലെ അവനെ വിളിച്ചുണർത്തി പാലൊക്കെ കൊടുക്കും, അങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണ് വളർത്തിയത്. അപ്പോൾ ഒരുപാട് സ്വത്തും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഹസ്ബൻഡൊക്കെ പോയി ഒറ്റയ്ക്കാണ് വീട്ടിൽ. അവരുടെ കുറച്ചടുത്ത് തന്നെ വേറെ കുറച്ച് റിലേറ്റീവ്സും ഉണ്ട്. ഈ ഷാഹിനീൻ്റെ വീടൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി അടുത്ത്. അങ്ങനെ ഇന്ത്യ പാക് വിഭജനമൊക്കെ നടന്നില്ലേ, അങ്ങനെ ആ സമയത്ത് പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാരെന്ത് ചെയ്യും, ഇന്ത്യയിലോട്ട് പോകും. അതായത് മുസ്ലിംസ് ആണെങ്കിൽ അങ്ങോട്ട് പോകും, ഹിന്ദുസ് ഇങ്ങോട്ട് വരും, ആ ഒരു സംഭവം. സോറി കേട്ടോ, ഞാൻ നേരത്തെ തിരിച്ചാണ് പറഞ്ഞത്. ഇവർ പാകിസ്ഥാനിലാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരെ തിരിച്ചാണ്. അപ്പോൾ ഇങ്ങനെ വിഭജനം നടക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ ഷാഹിൻ താമസിക്കുന്ന സ്ഥലത്തും ഇഷ്യൂസ് നടക്കുകയാണ്. ഇവരുടെ വേലക്കാർ ഈ ഷേരൻ്റെ വൈഫാണ് ഹസൈന. അപ്പോൾ ഈ ഷേരയാണെങ്കിൽ അവിടുത്തെ കലാപകാരികളുടെ കൂടി ഇവരെ കൊല്ലാം എന്നൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ്. അതായത് ഈ ഷാഹിനീനെ കൊന്നു കഴിഞ്ഞിട്ട് ആ സ്വത്തൊക്കെ ഇവർക്കെടുക്കാം, കാരണം വേറെ ആൾക്കാരൊന്നുമില്ല, അവൾ ഒറ്റയ്ക്കാണ്. അങ്ങനെ കലാപക്കാരുമായിട്ട് ചേർന്ന് ഈ ഷാഹിനീനെ കൊല്ലാമെന്നൊക്കെ ഷേർ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ കലാപമൊക്കെ നടക്കുന്നു. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ ഈ ഷാഹിനി ആ ചിനാബ് നദീൻ്റെ അവിടെ പോയിട്ടാണ് കുളിക്കുന്നത്. പക്ഷേ
അവസാനമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നാട് വിട്ട് പോകാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക. കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്നാൽ അവർ നേരത്തെ പോയിട്ടുണ്ടാവും ഈ ഷാഹിനീനെ കൂട്ടാണ്ട്. ഇവളിങ്ങനെ ഇങ്ങനെ ചുറ്റിനൊക്കെ നടന്ന് നോക്കുക. കല്യാണം കഴിച്ച് നവവധുവായിട്ട് കൊണ്ടുവന്ന കയറിയ വീടും അതിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ ചുറ്റി കിടന്ന് ഓരോരോ മെമ്മറീസൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഈ ചിനാബ് നദീൻ്റെ തീരത്ത് പോകുമ്പം എന്തോ ഒരു ദുരൂഹത, മുന്നൊന്നും തോന്നാത്ത ഒരു സൈലൻസും ഒരു പേടിയൊക്കെ തോന്നും. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഷേരേൻ്റെ വീട്. അപ്പം ഷാഹിനി ഇങ്ങനെ ഹസൈനേൻ്റെയും ഷേരൻ്റെ അടുത്തോട്ട് പോകുമ്പം ഈ ഷേര ഇവളെ കൊല്ലാൻ വേണ്ടി നിൽക്കുക. പക്ഷേ എന്നാലും കുഞ്ഞിലേ എടുത്ത് വളർത്തിയതായതുകൊണ്ട് ഒരു ധൈര്യക്കുറവ് ഇവളിങ്ങനെ അടുത്തേക്ക് വരുമ്പം. അപ്പോൾ ഇവനിങ്ങനെ ഷേര ഇങ്ങനെ ഹസൈനോട് ദേഷ്യപ്പെട്ടുണ്ട്, വൈഫിനോടിങ്ങനെ ഉറച്ച് ഉച്ചത്തിൽ ദേഷ്യത്തിൽ സംസാരിക്കുക. അപ്പം ഈ ഷേര എന്ന് പറയണത് ഷാഹിനീൻ്റെ വീട്ടിലെ വേലക്കാരനാണ്. അപ്പോൾ ഇവളിങ്ങനെ അടുത്തേക്ക് വരുമ്പം ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ട് കോടാലിയൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ് ഈ ഷേര. പക്ഷേ ഈ ഷാഹിനി ഇങ്ങനെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമ്പം അവന് ധൈര്യമില്ല. കാരണം ഇവനെ വളർത്തിയതൊക്കെയാണ്, ഇവൻ ചതിക്കുകയില്ലേ ഇവളെ. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ പതറും, സംസാരിക്കുമ്പം പതറും. ഇവൻ്റെ ഉണ്ടായിരുന്ന ബലം എല്ലാം നഷ്ടപ്പെടും. ഇവളിങ്ങനെ അവിടുത്തെ ഒരുപാട് പേരെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അതൊന്നും ആർക്കും ഒരു വിലയില്ല. ഇപ്പോൾ എല്ലാവരും ഇവളിങ്ങനെ മൊത്തത്തിൽ കയറി ആക്രമിച്ച് തല്ലിക്കൊല്ലണം എന്നൊരു മൈൻഡിൽ നിൽക്കുക. അങ്ങനെ അവൾ അവസാനം വിഷമത്തോടെ അവിടെ നിന്ന് തിരിച്ച് അവളുടെ വീടും എല്ലാം വിട്ടിങ്ങനെ ഒരുപാട് ഓർമ്മകളുമായിട്ട് തിരിച്ചു പോവുകയാണ് അവിടെ നിന്ന്. ഷാഹിനി നൈറ്റ് ഇങ്ങനെ ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഇവളിങ്ങനെ ആലോചിക്കുക, ഷാഹിജി അവളെ ഹസ്ബൻഡ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതും അവിടുത്തെ ആൾക്കാരോട്ടും ഇത്രയും നാളത്തെ അവളുടെ ലൈഫ് ഇങ്ങനെ ആലോചിക്കുക. മുന്നേ പച്ചപ്പായിട്ട് കിടന്ന പാടങ്ങളൊക്കെ ഇന്ന് ബ്ലഡിൻ്റെ ചുവപ്പായിൽ നിറഞ്ഞിരിക്കുന്നു. എല്ലായിടവും പരസ്പരം തല്ലും വെട്ടും വഴക്കും കാരണം മൊത്തം ഇങ്ങനെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ട് ആൾക്കാർ തമ്മിലിടിക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇവളിങ്ങനെ പറയാണ്, ഇപ്പം സിക്ക ബദൽഗയ, ഇപ്പം നാണയം മാറി, അതായത് റൂളിങ് അവിടുത്തെ ഭരണം മാറി, ആൾക്കാർ മാറി, ആൾക്കാരുടെ മെൻറ്റാലിറ്റി മാറി, മൊത്തത്തിൽ മാറി. അതാണ് ഈ സിക്ക ബദൽഗയ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്.